ഒരു സ്ത്രീ ദൈവനാമത്തിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കി എല്ലാ ദിവസവും തൻ്റെ വീടിന് മുന്നിൽ തൂക്കിയിടുമായിരുന്നു. അതെടുക്കാനായി എല്ലാ ദിവസവും ഒരു ദരിദ്രനായ വൃദ്ധൻ അവിടെ എത്തിയിരുന്നു. ചപ്പാത്തി എടുത്തതിന് ശേഷം സ്ത്രീക്ക് ഒരു നന്ദി വാക്ക് പറയുന്നതിന് പകരം മറ്റൊന്നായിരുന്നു ആ വൃദ്ധൻ ദിവസേന പറഞ്ഞുകൊണ്ടിരുന്നത്: നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം ആ സ്ത്രീക്ക് വല്ലാത്ത കോപം വരുമായിരുന്നു. ഒരു നന്ദി വാക്ക് പറയുന്നതിന് പകരം എന്തിനാണ് ഈ വൃദ്ധൻ ഇങ്ങനെ അനർത്ഥം പറയുന്നത് എന്നവർ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ രോഷത്തിന്റെ ഭൂതങ്ങൾ അവരുടെ മനസ്സ് കീഴടക്കിയിരുന്ന ഒരു ദിവസം ചപ്പാത്തിയിൽ വിഷം ചേർത്ത് ആ വൃദ്ധന്റെ ശല്യം എന്നേക്കുമായി ഒഴിവാക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വിഷം ചേർത്ത ഒരു ചപ്പാത്തി ഉണ്ടാക്കി തൻ്റെ വീടിന് മുന്നിൽ തൂക്കാനായി പോയപ്പോഴേക്കും പാപബോധത്താൽ തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ വിഷം ചേർത്ത ആ ചപ്പാത്തി തീയിലെറിഞ്ഞ് അവർ നല്ല ഒരു ചപ്പാത്തി ഉണ്ടാക്കി തൻ്റെ വീടിന് മുന്നിൽ തൂക്കി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ വൃദ്ധൻ അവിടെ എത്തുകയും ചപ്പാത്തി സ്വന്തമാക്കുകയും ചെയ്തു. അയാൾ പതിവ് പോലെ ഇങ്ങനെ പറയുകയുണ്ടായി: നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അന്ന് വൈകുന്നേരം തൻ്റെ വാതിൽ തുറന്നു നോക്കിയ ആ സ്ത്രീക്ക് വസ്ത്രങ്ങളൊക്കെ കീറിയ നിലയിൽ അവശനായി അവരുടെ മകൻ വന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മകൻ പറഞ്ഞു: അമ്മേ, ഇന്ന് ഞാൻ വിശന്ന് മരിക്കാറായിരുന്നു. അപ്പോൾ വഴിയിൽ കണ്ട ഒരു വൃദ്ധൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചപ്പാത്തി എനിക്ക് തന്നു. മകൻ കഴിച്ചതിൻ്റെ ബാക്കി ചപ്പാത്തി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കണ്ട സ്ത്രീക്ക് ഒരു നടുക്കമുണ്ടായി. കാരണം അന്ന് രാവിലെ അവരുണ്ടാക്കിയ അതേ ചപ്പാത്തിയായിരുന്നു അത്. ആ നിമിഷത്തിൽ അവർക്ക് ശരീരമാകെ തളരുന്നതായി തോന്നി. കാരണം ഒരുപക്ഷെ രാവിലെ ആ ചപ്പാത്തി മാറ്റിയില്ലായിരുന്നെങ്കിൽ തൻ്റെ മകൻ മരണപ്പെടുമായിരുന്നു. അങ്ങനെ പതിവായി ആ വൃദ്ധൻ പറയാറുള്ള വാക്കുകളുടെ പൊരുൾ അവർക്ക് മനസ്സിലായി. നന്മയായാലും തിന്മയായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കും.